അപ്പോൾ ആദ്യം നമുക്ക് ഷവർമ സമൂസ എങ്ങനെ റെഡിയാക്കി എടുക്കാൻ നോക്കാം. ഷവർമയുടെ സെയിം ടേസ്റ്റിലുള്ള സമൂസയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്കൊരു ഷവർമയുടെ മസാലയൊക്കെ റെഡിയാക്കാനുണ്ട്. അപ്പോൾ ബ്ലെൻഡറിൻ്റെ ചെറിയ ജാർ എടുത്തിട്ട് കുരുമുളക്, വലിയ ജീരകം, ചെറിയ ജീരകം, പിന്നെ കുറച്ചധികം വെളുത്തുള്ളി, ഏലക്ക, പട്ട, ഗ്രാമ്പു, ഇതെല്ലാം കൂടി നമുക്ക് ബ്ലെൻഡറിൻ്റെ ചെറിയ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. എല്ലാം കുറേശ്ശെ ഇട്ട് കൊടുത്താൽ മതി. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എത്ര കറക്റ്റ് മെഷർമെൻറ്റ്സ് എന്ന് പറഞ്ഞുതരാം. പിന്നെ അതിലോട്ട് ഒരു വലിയ ടേബിൾ സ്പൂണോളം തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഉപ്പ് ആവശ്യത്തിന് മാത്രം ചേർത്ത് കൊടുക്കുക. പിന്നെ ചെറുനാരങ്ങയുടെ നീര് ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊക്കെ നമ്മൾ ഏകദേശം കുറേശ്ശെ എടുക്കട്ടെ, ഒരുപാടൊന്നും വേണ്ട. ഇത് നല്ല പേസ്റ്റ് പരുവത്തിലൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ ഇതാ നമ്മളിപ്പം ചിക്കനിൽ മാരിനേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇതാ നമ്മുടെ ഷവർമയുടെ മസാല കേട്ടോ. വേറെ ഒന്നും നമ്മളിതിലോട്ട് എക്സ്ട്രാ ചേർക്കരുത്, ഇത്ര മാത്രം മതി. എന്നാലേ നമുക്ക് ആ ഷവർമയുടെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി ഞാനിപ്പോൾ ഇവിടെ കുറച്ചധികം എല്ലില്ലാത്ത ചിക്കൻ പീസസ് എടുത്തിട്ടുണ്ട്. അതിങ്ങനെ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്യണം കേട്ടോ. നല്ല കുഞ്ഞു പീസാക്കിയിട്ട് കട്ട് ചെയ്യുക, ബ്ലെൻഡ് ചെയ്യേണ്ട, ഇതുപോലെ കട്ട് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു മസാല വെച്ചിട്ട് നല്ലോണം ചിക്കനെ മാരിനേറ്റ് ചെയ്യുക. പിന്നെ ചിക്കൻ നന്നായിട്ട് കഴുകിയിട്ട് വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്തിട്ട് വേണം ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇനി ഇത് നമുക്കൊരു 10-15 മിനിറ്റ് ഫ്രീസറിൽ വെക്കാം കേട്ടോ, അതിനധികം വെക്കേണ്ട. അപ്പോൾ 15 മിനിറ്റിന് ശേഷമാണ് ഞാനിപ്പോൾ ഇത് ഫ്രൈ ചെയ്യാൻ പോകുന്നത്. നമ്മൾ സാധാരണ ഷവർമ വീട്ടിലുണ്ടാക്കുമ്പോൾ എങ്ങനെയാണോ ഫ്രൈ ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് ഫ്രൈ ചെയ്യേണ്ടത്. നല്ല ഹൈ ഫ്ലെയിമിൽ വേണം ഈ ഫ്രീസറിൽ വെച്ചിട്ടുള്ള മാരിനേറ്റ് ചെയ്തിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ കുക്ക് ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും. അപ്പോൾ അതുകൊണ്ട് ഹൈ ഫ്ലെയിമിൽ എണ്ണ ചൂടാക്കിയ ശേഷം, ഒലിവ് ഓയിൽ അല്ല കേട്ടോ ഞാൻ ചേർത്തിട്ടുള്ളത്, ഇപ്പോൾ ഇവിടെ വെളിച്ചെണ്ണയാണ് ചേർത്തിട്ടുള്ളത്. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഏകദേശം ഒന്ന് അതിലെ വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ആയിട്ട് വന്നാൽ പിന്നെ നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു സമയത്ത് നല്ലൊരു മണമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കന് നല്ലോണം ഡ്രൈ ആയിട്ടുണ്ട്, അതുപോലെ തന്നെ നല്ലോണം കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് കുക്ക് ചെയ്തെടുക്കുക. ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുറമേ ഒന്നുകൊണ്ട് ക്രിസ്പും അകത്ത് നല്ല സോഫ്റ്റ് ആൻഡ് ജ്യൂസി ആവാൻ വേണ്ടിയിട്ടാണ്. ആദ്യം നമ്മൾ ഹൈ ഫ്ലെയിമിലും പിന്നെ രണ്ടാമത് നമ്മൾ പിന്നെ മീഡിയം ഫ്ലെയിമിലൊക്കെ വെച്ചിട്ട് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചിക്കൻ അവിടെ റെഡി ആയിട്ടുണ്ട്, നല്ലോണം കുക്കായിട്ടുണ്ട്. നമുക്കൊരു വേറൊരു ബൗളിലോട്ട് മാറ്റാം. ആ സെയിം പാനിലേക്ക് തന്നെ നമ്മൾ കുറച്ച് വെജിറ്റബിൾസും കൂടിയിട്ടൊന്ന് സോട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഞാനിപ്പോൾ ക്യാരറ്റ്, ക്യാബേജ്, സവോള, പിന്നെ ക്യാപ്സിക്കം, അപ്പോൾ ഇതെല്ലാം കുഞ്ഞതായിട്ട് അരിഞ്ഞെടുക്കണം. ക്യാപ്സിക്കം കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ, ബാക്കിയെല്ലാതും ഒരെണ്ണമൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, ഒരു വലിയ സവോള എടുത്തിട്ടുണ്ട്, പിന്നെ ക്യാബേജ് ഒരു ചെറിയൊരു പീസ് എടുത്തിട്ടുണ്ട്. എല്ലാം കുറേശ്ശെ മതി. അപ്പോൾ സവോള ഒന്ന് വഴറ്റിയെടുത്ത ശേഷമാണ് പിന്നെ നമ്മൾ ബാക്കിയൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് ഉപ്പും കുരുമുളകും ചേർത്തിട്ടുണ്ട്. വേറെ മസാലപ്പൊടികളൊന്നും ചേർക്കരുത്, അപ്പോൾ നമ്മുടെ ഷവർമയുടെ ടേസ്റ്റൊക്കെ മാറും. അപ്പോൾ സവോള ഒന്ന് ചെറുതായിട്ടൊന്ന് സോഫ്റ്റായി വന്ന ശേഷം നമുക്ക് പച്ചക്കറികളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക. ക്യാബേജ്, ക്യാരറ്റ്, പിന്നെ ക്യാപ്സിക്കം ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഒന്നുകൊണ്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ സാധാരണ ഷവർമ ഉണ്ടാക്കുമ്പോൾ ഇതൊന്നും നമ്മൾ ചൂടാക്കാറില്ല, നേരെ നമ്മൾ ചിക്കന് ഫ്രൈ ആക്കിയ ശേഷം എല്ലാം കൂടി മയണൈസ് ചേർത്തിട്ട് മിക്സ് ആക്കാറാണ്. പക്ഷേ അതേപോലെ നമുക്കിപ്പോൾ ഇവിടെ സമൂസ ഉണ്ടാക്കാൻ പറ്റില്ല, കാരണം നമ്മുടെ ഫില്ലിങ് അതിൽ ടേസ്റ്റിന് വ്യത്യാസം വരും. ചൂടാക്കിയിട്ടില്ലെങ്കിൽ ടേസ്റ്റിന് വ്യത്യാസം വരും. നമ്മൾ സമൂസയൊക്കെ ചിലപ്പോൾ നെക്സ്റ്റ് ഡേ വരെ എടുത്ത് വെക്കുന്നതാണ്. അപ്പോൾ ഫില്ലിങ് നല്ലോണം കുക്കാക്കിയാലേ നമുക്ക് അത് കുറേ നേരം അത് പുറത്ത് വെക്കാൻ പറ്റും, അല്ലെങ്കിൽ അത് വേറെ ടേസ്റ്റിൽ മാറ്റങ്ങളൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ തന്നെ ഉണ്ടാക്കണം കേട്ടോ. ഇനി നമുക്ക് അതവിടെ ഇരുന്നിട്ട് ചെറുതായിട്ടൊന്ന് കുക്ക് ചെയ്തിട്ട് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മൾ വെജിറ്റബിൾസൊക്കെ ഒന്ന് സോട്ട് ചെയ്യുന്നത്. ആ ഒരു സമയത്ത് നമ്മൾ നേരത്തെ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ, അതൊന്ന് ചെറുതായിട്ടൊന്നങ്ങനെ കത്തിക്കൊണ്ട് ഒന്നങ്ങോട്ട് കട്ട് ചെയ്തെടുക്കുക, ഒന്നങ്ങോട്ട് ഉടച്ചെടുത്താൽ മതി. ആ നേരെ നമ്മൾ ഇട്ട് കൊടുക്കുമ്പം ചിലപ്പം എല്ലാം കൂടി കമ്പൈൻ ആയിട്ട് കിട്ടില്ല. അപ്പം ഇതുപോലെ കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് ഒന്നങ്ങോട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതിൽ നമ്മൾ സാധാരണ ഇടുന്ന മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി ഒന്നും ചേർക്കരുത്. അതുപോലെ കറിവേപ്പില, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്നും ചേർക്കരുത് കേട്ടോ. അതൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് തന്നെ മാറിപ്പോവും. ഈ ഒരു പരുവത്തിൽ തന്നെ ഉണ്ടാക്കാം. ക്യാബേജ്, ക്യാരറ്റ്, ക്യാപ്സിക്കം ഇത് നിർബന്ധമായിട്ടും ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് ഡ്രൈ ആക്കി എടുക്കും വേണ്ട, എന്നാൽ ഭയങ്കര കുക്കാക്കാണ്ടിരിക്കും ചെയ്യരുത്. കാരണം നമ്മൾ സമൂസയൊക്കെ നമ്മൾ ഫില്ലിംഗ് ഒക്കെ റെഡി ആക്കിയിട്ട് ചിലപ്പോൾ നമ്മൾ ഫ്രീസറിൽ വെക്കുക, എന്നിട്ട് നെക്സ്റ്റ് ഡേ ഒക്കെ ഫ്രൈ ചെയ്യുന്നവരുണ്ടാവും. അപ്പോൾ നമ്മൾ മയനൈസും അതുപോലെ ഇത് കുക്കാക്കാണ്ടൊക്കെ വെക്കുമ്പോൾ നെക്സ്റ്റ് ഡേ ആകുമ്പോൾ വേറെ ടേസ്റ്റ് ആവും. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യാൻ പറയുന്നത് കേട്ടോ. ഇനി നമുക്ക് ഷവർമ ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടെ ഷവർമയുടെ സോസ് ഉണ്ടാവല്ലോ, ആ സോസ് ഒന്ന് റെഡിയാക്കി എടുക്കുക. അതിനായിട്ട് മയനൈസ് ഒരു 2-3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക ബ്ലെൻഡറിൻ്റെ ചെറിയ ജാറിൽ. അതിലോട്ട് വെളുത്തുള്ളി ഒരു 3-4 ചെറിയ വെളുത്തുള്ളി എടുത്തിട്ടുള്ളത്,
പിന്നെ ഒരു ടീസ്പൂണ് തൈര്, നല്ല കട്ടിയുള്ള തൈര് ഒരു ടീസ്പൂൺ മാത്രം ചേർത്ത് കൊടുക്കുക, ഒരുപാട് വേണ്ട. പിന്നെ ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് പേസ്റ്റാക്കി എടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഷവർമയുടെ സോസ്. ഇത് നമ്മൾ ഡിപ്പായിട്ടാണ് എടുക്കുന്നത്. ഇത് നമ്മൾ ചിക്കൻ്റെ ഒരു ഫില്ലിങ്ങിൽ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ അതവിടെ മാറ്റി വയ്ക്കുക. ഇനി നമ്മുടെ ചിക്കൻ്റെ ഫില്ലിങ് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ചൂടാറിയ ശേഷം നമുക്കതൊരു നമ്മൾ സമൂസയുടെ ഷേപ്പാക്കി എടുക്കണമല്ലോ. അപ്പോൾ അതൊക്കെ എല്ലാവർക്കും അറിയുന്നുണ്ടാവും. സമൂസ ഷീറ്റിൻ്റെ അകത്ത് ഈ ഫില്ലിങ് എങ്ങനെയാണ് വയ്ക്കുക എന്നുള്ളതൊക്കെ എല്ലാവർക്കും അറിയുന്നുണ്ടാവും. എന്നാൽ ഞാൻ കാണിച്ചു തരാം. ഇത് നമുക്ക് സമൂസയുടെ ഷീറ്റ് വെച്ചിട്ട് നമ്മൾ സമൂസ ഉണ്ടാക്കുമ്പോൾ സൈഡൊക്കെ ഒന്ന് ഒട്ടിപ്പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് മൈദയും പച്ചവെള്ളം കൂടി മിക്സ് ചെയ്തിട്ട് ഒരു പേസ്റ്റ് ആക്കി എടുത്തതാണ്. വേറെ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. പച്ചവെള്ളം മതിയിട്ട് മിക്സ് ആക്കാൻ. പിന്നെ നമ്മുടെ ഫില്ലിംഗ് ആണ്, അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ സമൂസ ഷീറ്റ്, അത് നമ്മൾ ഫ്രീസറിലാണ് സ്റ്റോർ ചെയ്ത് വെക്കുക. അപ്പോൾ സമൂസ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു 4-5 മണിക്കൂർ മുമ്പെങ്കിലും ഇത് പുറത്ത് വെക്കണം കേട്ടോ. ഫ്രീസറിന് എടുത്തിട്ട് പുറത്ത് വെക്കുക. അപ്പോൾ ഇതിങ്ങനെ സോഫ്റ്റായിട്ട് വരും. ഫ്രീസറിന് എടുത്ത പാട് നമുക്കിത് റോൾ ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ കുറച്ചെടുത്തിട്ട് ഞാൻ പുറത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ സമൂസയുടെ ഷീറ്റ് നല്ല തണുപ്പുണ്ടെങ്കിൽ നമുക്കിതുപോലെ റോൾ ചെയ്യാനൊന്നും പറ്റില്ല കേട്ടോ. ഈ ഒരു ഷീറ്റ് ഭയങ്കര ഹാർഡായി പോവും, പൊട്ടിപ്പോവും. അപ്പോൾ അതുകൊണ്ട് തന്നെ തണുപ്പ് ആറിയ ശേഷം മാത്രമേ നമുക്ക് റോൾ ചെയ്യാൻ പറ്റുള്ളൂ. ഫ്രീസറിന് പുറത്ത് വയ്ക്കാൻ മറക്കരുത്. എന്നിട്ട് ഇതുപോലെ റോൾ ചെയ്തെടുക്കുക. റോൾ ചെയ്യുന്നതൊക്കെ എല്ലാവർക്കും അറിയുന്നുണ്ടാവും. കുറേ വീഡിയോസൊക്കെ റോൾ ചെയ്യുന്നതൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനിത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ ഒരു ഷേപ്പ് ആക്കിയിട്ട് സ്ലോലി ഞാൻ കാണിക്കാം. എന്നിട്ട് ഇതിനകത്ത് നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കുക. ഒരു സ്പൂണ് ഫില്ലിംഗ് ഒക്കെ വെച്ചാൽ മതി, ഒരുപാടൊന്നും വെക്കേണ്ട. എന്നിട്ട് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കുക. അപ്പോൾ ബാക്കി വരുന്ന ആ ഒരു എൻഡ് ഉണ്ടല്ലോ, അതൊന്ന് ഒട്ടിച്ച് കൊടുക്കുക. പിന്നെ ചെറിയ ചെറിയ ഹോൾസ് സൈഡിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് ഈ മൈദയുടെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ, അത് വെച്ചിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കുക. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഹോൾസിൻ്റെ അകത്തൂടെ നമുക്ക് ഈ സമൂസേൻ്റെ അകത്ത് എണ്ണ കയറും. അപ്പോൾ എണ്ണ കയറാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ ഹോൾസ് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതേ സംഭവം തന്നെ ഈ ഒരു ഫില്ലിങ്ങിലോട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഷവർമയുടെ സോസ് ഉണ്ടല്ലോ, അത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് നമുക്കിതിനകത്ത് ഇങ്ങനെ ഫില്ലിംഗ് ആക്കി വെച്ചും കൊടുക്കാം വേണമെങ്കിൽ. പക്ഷേ അത് നമ്മൾ വേഗം സെർവ് ചെയ്യണം, വേഗം കഴിച്ച് തീർക്കണം. എടുത്ത് വെക്കാൻ പറ്റില്ല. എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഉള്ളിൽ വെച്ചിട്ടുള്ള ആ ഒരു സോസിൻ്റെ ഫ്ലേവറൊക്കെ മാറും, ടേസ്റ്റൊക്കെ മാറും. അപ്പോൾ അതിനേക്കാളും നല്ലത് ഇങ്ങനെ പുറത്ത് നമ്മൾ ഡിപ്പ് ചെയ്ത് കഴിക്കുന്നതാണ്. ശരിക്കും ഷവർമയുടെ ടേസ്റ്റാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ കേട്ടോ, ഇതുപോലെ ചെയ്യുമ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് മറ്റേ അതാണെങ്കിൽ ഓപ്ഷനാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കുക. എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഡിപ്പ് സെപ്പറേറ്റ് ആക്കാണ്ട് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഫില്ലിങ് ആക്കിയെടുക്കുക. പിന്നെ എണ്ണ ചൂടാക്കിയിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക. എന്നിട്ട് 2 വശവും നല്ലോണം കുക്ക് ചെയ്തെടുക്കുക. ശരിക്കും നോമ്പിന് ഒരു കോമൺ ഐറ്റം തന്നെയാണ് ഈ സമൂസ സ്നാക്ക്. അപ്പോൾ അത് ഉണ്ടാക്കാത്തവരും അത് കഴിക്കാത്തവരും വളരെ ചുരുക്കം ആൾക്കാരെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ സംഭവങ്ങളൊന്നും ഞാൻ കാണിക്കേണ്ട ആവശ്യമില്ല, പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയുന്നുണ്ടാവും. അപ്പോൾ ഫില്ലിങ് മാത്രം നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ. കിടിലൻ ടേസ്റ്റാണ്, നല്ലൊരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ്. അതുപോലെ തന്നെ നമ്മൾ സാധാരണ ടൊമാറ്റോ സോസൊക്കെ വെച്ചിട്ടായിരിക്കും നമ്മൾ സമൂസ സെർവ് ചെയ്യുന്നത്. അപ്പോൾ അതിന് പകരം നമ്മുടെ ഷവർമയുടെ സോസ് വെച്ചിട്ട് സെർവ് ചെയ്യുമ്പം ഭയങ്കര വെറൈറ്റി ആവും. ഈ സമൂസയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് ഷവർമയുടെ കാര്യവും. ഷവർമ ഇഷ്ടമില്ലാത്തവരുണ്ടാവില്ല. മിക്ക ആൾക്കാർക്കും ഒരുപാട് ഇഷ്ടമുള്ള ഒരു ഐറ്റം തന്നെയാണ് ഈ ഷവർമ. അപ്പം ഷവർമയും സമൂസയും കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ളൊരു സ്നാക്കാണ് ഇന്ന് ഞാനിപ്പം ഇഫ്താറിനായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. നമുക്കിത് എത്രത്തോളം സോഫ്റ്റ് ആണെന്നുള്ളതെന്ന് നോക്കാം. നല്ല സോഫ്റ്റായിട്ട് നല്ല ക്രിസ്പായിട്ടുള്ളൊരു ഷവർമ സമൂസയാണ്. അപ്പോൾ ഇതാ ഇങ്ങനെ ഡിപ്പിൽ മുക്കിയിട്ട് കഴിച്ച് നോക്കുക, കിടിലൻ ടേസ്റ്റാണ്. അപ്പോൾ ഇഫ്താറിൻ്റെ സമയത്ത് ഉണ്ടാക്കാൻ മറക്കണ്ട, ട്രൈ ചെയ്യുക. ഫീഡ്ബാക്ക്സ്